തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ബാർ കൗൺസിൽ അംഗങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും നോമിനേറ്റഡ് അംഗങ്ങളെ ഉപയോഗിച്ച് ബാർ കൗൺസിൽ ഓഫ് കേരളയെ പിടിച്ചെടുക്കുവാനുള്ള ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അട്ടിമറി നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ AILU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിലും അഭിഭാഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു എന്നാണ് കാരണം പറഞ്ഞത്. അതിനുശേഷം 6 മാസത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കുറേ ആളുകൾ വിജയിച്ചു. മത്സരിച്ച എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയില്ല, പക്ഷേ കുറേ ആളുകൾ വിജയിച്ച ഒരു ഭരണസമിതി നിലവിൽ വരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വീണ്ടും ജനാധിപത്യം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായി മുൻപോട്ട് വരുന്നത്. അതായത് അജിത്തിനെ നോമിനേറ്റഡ് മെമ്പറാക്കി ഈ നിലവിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മുഴുവൻ നിർജ്ജീവമാക്കി അജിത്തിനെ ചെയർമാനാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയത്. ആ ശ്രമം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. അത്തരം നടപടികൾ ശരിയല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അജിത്ത് തുടങ്ങിയ ആൾക്കാരൊക്കെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ പോയി ഡിവിഷൻ ബെഞ്ച് ആ കേസ് പരിഗണിക്കാൻ തന്നെ വിസമ്മതിച്ചു. അപ്പോൾ നിലവിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന നടപടിയാണ് ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നത്. ഇത് അഭിഭാഷക ക്ഷേമത്തിന് വിരുദ്ധമാണ്. അഭിഭാഷകരുടെ ക്ഷേമവും ഐശ്വര്യവും അഭിവൃദ്ധിയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല. ജനാധിപത്യ ബോഡിക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർത്തും നമുക്ക് അത് സഹകരിക്കാൻ കഴിയാത്തതാണ്, തീർത്തും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ജനാധിപത്യ അഭിഭാഷക സമൂഹത്തിൽ പ്രതിഷേധം ഉയരുകയാണ്. ഇന്ന് എല്ലാ കോർട്ട് സെൻ്ററുകളിലും പ്രതിഷേധിക്കുന്നു. ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ ഓഫീസിലേക്ക് അഭിഭാഷകരുടെ മാർച്ചും ധർണയുമുണ്ട്. എല്ലാ കോടതി സെൻ്ററുകളിലും അഭിഭാഷകർ പ്രതിഷേധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മുഴുവൻ അഭിഭാഷകരും കൈകോർക്കണമെന്ന് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷകരുടെ ക്ഷേമവും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുകയും ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ ജനാധിപത്യ സ്വഭാവത്തെ തകർത്ത് അതിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കേന്ദ്ര നിലപാടിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി അഡ്വക്കേറ്റ് E. പ്രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് NS മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രമാദേവി സ്വാഗതവും അഡ്വക്കേറ്റ് രാഹുൽ ചാത്തന്നൂർ നന്ദിയും രേഖപ്പെടുത്തി.